ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ മുത്തുമണീസിനും നമ്മുടെ സുമി മുഫാസ് ടെസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നാളെ വരാനിരിക്കുന്ന നമ്മുടെ മഴ തോരും മുമ്പേ സീരിയൽ നമ്മുടെ അലീനയുടെയും മനുശങ്കറിൻ്റെയൊക്കെ പുതിയ വിശേഷങ്ങൾ എന്താണെന്ന് അറിഞ്ഞാലോ? നല്ല അടിപൊളി വിശേഷമാണ് കേട്ടോ. നാളെ നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നമ്മുടെ അലീന പനിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന നല്ല അടിപൊളി സീനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് ആരും മറന്നു പോകണ്ട. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാർ ബട്ടൺ ഹൈപ്പും പിന്നെ പുതുതായിട്ട് കുറച്ച് മുത്തുമണീസൊക്കെ നമുക്ക് ഈ അടുത്തടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോയാലോ? അങ്ങനെ നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര പനിയാണ് കേട്ടോ. അങ്ങനെ പനിയായിട്ട് കൊണ്ടുവന്ന് നമ്മുടെ ബബിതയും കൃഷ്ണമോളും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അലീനയെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ സമയത്ത് നമ്മുടെ വൈജയന്തി ഒന്ന് റൂമിൽ നിന്ന് വെളിയിലോട്ടൊക്കെ വരികയാണ്. അപ്പോൾ കൃഷ്ണ അതുവഴി നടന്നു പോകുന്നുണ്ട്. അപ്പോൾ കൃഷ്ണയുടെ അടുത്ത് ചോദിക്കും, ഇവിടെ എന്താടി രാവിലെ തന്നെ ഒരു ബഹളമൊക്കെ, എന്താ ഇത്? ഏയ് അതൊന്നുമില്ല, കൃഷ്ണമോള് വൈജയന്തിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞാലുള്ള കാര്യം പറയാനുണ്ടോ? പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കൃഷ്ണമോള് നല്ല ഉരുളയ്ക്ക് ഉപ്പേരി കണക്ക് മറുപടിയും കൊടുക്കും. അപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, അമ്മ എനിക്ക് ഒട്ടും തന്നെ സമയമില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ എന്ന് പറയും. അതെ, ഇവിടുത്തെ ബഹളവും കാര്യങ്ങളുമാണ് അമ്മ ചോദിക്കുന്നതെങ്കിൽ അത് അമ്മയുടെ മോള് അടുക്കളയിലോട്ട് കയറിയതാ. അടുക്കളയിലോ? ആര്? അത് ബബിതേച്ചി. അവളെന്തിനാ അടുക്കളയിൽ കയറിയത്? അതെ, അലീന ചേച്ചിക്ക് ഒരു കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കാൻ വേണ്ടി കയറിയതാ. അലീന ചേച്ചിക്ക് കട്ടൻ കാപ്പിയോ? അവൾക്ക് വേറെ പണിയൊന്നുമില്ല, കണ്ട വേലക്കാരിയൊക്കെ ചായ ഇട്ട് കൊടുക്കലാണോ അവളുടെ പണിയെന്ന് ചോദിച്ചു. അതെ, അലീന ചേച്ചിക്ക് പനിയും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് ഒരു കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു ബഹളമൊക്കെയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വൈജയന്ത് ചോദിച്ചു, അവൾക്ക് എന്നാ കുഴപ്പം എന്നാന്ന് ചോദിച്ചു. അവൾക്ക് വേണമെങ്കിൽ അവൾ വേണമെങ്കിൽ ചായ ഇട്ട് കാപ്പി ഇട്ട് കുടിച്ചോളും. കണ്ട വേലക്കാരിയൊക്കെ ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അവൾക്ക് കൈയില്ല, അവളുടെ കൈ എന്താ ഒടിഞ്ഞു കിടക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞ്, എൻ്റെ അമ്മ അലീന ചേച്ചിക്ക് വയ്യ, അലീന ചേച്ചിക്ക് പനിയുണ്ടെന്ന് പറഞ്ഞല്ലോ, എനിക്കറിയില്ല. അമ്മ എന്നോട് രാവിലെ എന്നെ ചാടിക്കറിക്കാൻ വരില്ലേ, ചേച്ചിയോട് പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ബബിതേച്ചിയാണ് ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഇത് കേട്ടതും വൈജയന്തിക്ക് സഹിക്കാൻ പറ്റുമോ? വൈജയന്തിയുടെയൊക്കെ നിയന്ത്രണം അങ്ങ് വിടേണ്. അവൾക്ക് ഇത് എന്തിൻ്റെ കേടാണെന്നൊക്കെ ചോദിക്കുകയാണ്. അവൾക്ക് എക്സാം അല്ലേ, അവൾക്ക് പോയിരുന്ന് രണ്ടക്ഷരം പഠിക്കാൻ പാടില്ലേ? അവൾ അടുക്കളയിൽ കയറി കണ്ട വേലക്കാരിക്ക് ചായ ഇട്ട് കൊടുക്കാൻ വേണ്ടി നടക്കണു, രണ്ടക്ഷരം പഠിക്കണമെന്നല്ല. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞ്, എൻ്റെ അമ്മേ, ഒരു കാപ്പി ഇടാൻ അതിന് മാത്രം സമയം വേണോ? ഒരു 5-10 മിനിറ്റ് പോരെ? അതിനകം പഠിച്ച് അമ്മയുടെ മോളങ്ങ് കളക്ടർ ആവാൻ പോവില്ലേ എന്ന് പറഞ്ഞു. എടി, നീ അധികം സംസാരിച്ചേ എൻ്റെ തലയ്ക്ക് മേലെ നീ കയറണ്ട, നീ അതിലേക്ക് ആയിട്ടില്ല എന്ന് വൈജയന്തി കൃഷ്ണമോളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു, എൻ്റെ അമ്മേ, അച്ഛന് സുഖമില്ലാണ്ട് കിടന്നു, പിന്നെ രോഹിത് ഏട്ടൻ സുഖമില്ലാണ്ട് ഇങ്ങനെയൊക്കെ കിടന്നു. ഈ സമയത്തൊക്കെ ആരാ ശുശ്രൂഷിച്ചത്? ഈ പറഞ്ഞ അലീന ചേച്ചിയല്ലേ ശുശ്രൂഷിച്ചത്. അപ്പോൾ അതിന് ആ പാവത്തിന് ഒരു നേരം ഒന്ന് വയ്യാണ്ടായപ്പോൾ ഞങ്ങളല്ലാണ്ട് പിന്നെ വേറെ ആരെങ്കിലും നോക്കുമെന്ന് ചോദിച്ചു. പിന്നെ അവൾ ശുശ്രൂഷിച്ച് പോലും. അമ്മയ്ക്ക് എന്തേ സംശയമെന്ന് കൃഷ്ണമോൾ ചോദിച്ചു കേട്ടോ. ഈ പറയുന്ന രോഹിത് ഏട്ടൻ പോലും ഇന്ന് ഈ നിലയിൽ നിൽക്കണമെങ്കിൽ അലീന ചേച്ചി അമ്മാതിരി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. അമ്മ ഒരു നോക്ക് പോലും ഒന്ന് പോയി രോഹിത് ഏട്ടനെ നോക്കേ ശുശ്രൂഷിക്കുക ഒന്നുമില്ലല്ലോ. അമ്മ റൂമിൽ തന്നെ അടയിരിക്കുകയല്ലേ ചെയ്തത്. അലീന ചേച്ചി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ അറിയാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, പിന്നെ കഷ്ടപ്പെട്ടു. ദേ കൃഷ്ണേ, നീ പറഞ്ഞ് ഒരുപാട് അങ്ങ് കയറല്ലേ കേട്ടോ, എൻ്റെ നിയന്ത്രണം പോണു. അതാ ഞാൻ അമ്മയുടെ അടുത്ത് ആദ്യമേ പറഞ്ഞത്. അമ്മയും ഞാനും കൂടെ സംസാരിച്ചു, അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മയും ഞാനുമായിട്ട് സംസാരിക്കില്ല, ഞാൻ സ്കൂളിൽ പോവാം, എന്നെ വിട്ടേരെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ വൈജയന്തി അടക്കി ഇതാക്കണമെന്നില്ല കേട്ടോ. ആകെ ദേഷ്യത്തിൽ തന്നെ വൈജയന്തിക്ക് എന്ത് പറയണമെന്നൊന്നും അറിഞ്ഞൂടാ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ബബിത നേരെ നമ്മുടെ രോഹിത്തിൻ്റെ റൂമിലോട്ട് ചെല്ലുകയാണ്. രോഹിത്തിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ, ഇന്ന് രോഹിത്തേട്ട എനിക്ക് കോളേജിൽ പോകാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം ഇന്ന് ക്ലാസ് അങ്ങനത്തെ ക്ലാസ്സാണ്. അതുപോലെ തന്നെ കൃഷ്ണമോക്കും പോകാണ്ടിരിക്കാൻ പറ്റില്ല സ്കൂളിൽ. അതുകൊണ്ട് ഇന്ന് അലീന ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ രോഹിത്തേട്ട നോക്കണം. അലീന ചേച്ചിക്ക് എന്നാ പറ്റിയെന്ന് ഇങ്ങനെ, കാരണം രോഹിത് അറിഞ്ഞില്ലല്ലോ. അതെ, അറിഞ്ഞില്ലല്ലേ, അലീന ചേച്ചിക്ക് നല്ല പനിയാണ്. രോഹിത് ഏട്ടൻ്റെ നിന്ന് കിട്ടിയ പനിയാണെന്നാണ് തോന്നണേ. എന്തായാലും ചായയും കട്ടൻ കാപ്പിയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ട് വരുന്ന സമയത്തൊക്കെ രോഹിത്തേട്ട വരുന്നവരെ രോഹിത്തേട്ട അലീന ചേച്ചിയുടെ കാര്യങ്ങൾ മരുന്നൊക്കെ കൃത്യസമയത്ത് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രോഹിത് ഓടിപ്പോകുന്നു കേട്ടോ. കാരണം രോഹിത്തിനെ അത്രയും കെയർ ചെയ്തിട്ടുള്ള ആളാണ് അലീന. അപ്പോൾ അതുകൊണ്ട് അലീനയ്ക്ക് അങ്ങനെ വയ്യാന്ന് അറിഞ്ഞപ്പോൾ രോഹിത്തിന് അതൊട്ടും തന്നെ സഹിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ രോഹിത് ഓടി ചെന്ന് അലീനയുടെ റൂമിൽ ചെന്നപ്പോൾ എന്ത് പറ്റി ചേച്ചി എന്ന് പറഞ്ഞു. ഏയ് കുഴപ്പമൊന്നുമില്ലടാ മോനെ, ഒരു ചെറിയ തലവേദനയും ചെറിയ പനിയാന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കൃഷ്ണമോള് വന്നിട്ട്
വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് എന്നാൽ സ്കൂളിൽ പോകണില്ല, ഞാനും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബബിത വന്നിട്ട് പറഞ്ഞു, എന്നാൽ പിന്നെ ഞാനും ലീവ് എടുക്കാം. അവസാനം അലീനെ നോക്കാം 3 പേരും കൂടെ അടിയാണ്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ, എനിക്കൊരു ചെറിയ തലവേദനയും ഒരു ബോഡി പെയിനേ ഉള്ളൂ, അതിനു വേണ്ടി എൻ്റെ മക്കൾ ആരും ലീവ് എടുക്കണ്ട. സ്കൂളിൽ പോകാനുള്ള ആൾ വേഗം സ്കൂളിൽ പോയേ, അതുപോലെ കോളേജിൽ പോകാനുള്ള ബബിത മോള് വേഗം പൊക്കോളാൻ പറഞ്ഞ് 2 പേരെ ഓടിച്ചങ്ങ് വിടേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ രോഹിത് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ ഈ റൂമിൽ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഈ സമയമാണ് നമ്മുടെ ബാലചന്ദ്രൻ മെഡിസിന് എന്താ വാങ്ങേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് റൂമിലോട്ട് പറഞ്ഞ. അപ്പോഴേക്ക് ബാലചന്ദ്രൻ പറഞ്ഞു, ഓ, അലീനെ നോക്കാൻ ഇത് എത്ര പേരാ, ഞാനും ഇവിടെ ഹാർട്ട് അറ്റാക്ക് വന്ന് സുഖമില്ലാണ്ടൊക്കെ കിടന്നു, എന്നെ നോക്കാൻ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞ്, അതെ, അലീന ചേച്ചിക്ക് പനി വന്ന് ശുശ്രൂഷിച്ചില്ലെങ്കിലേ നമ്മുടെ എല്ലാവരുടെയും കഞ്ഞൂടി അങ്ങ് മുട്ടിപ്പോവും, നമുക്ക് 4 നേരം ആഹാരം ഉണ്ടാക്കി തരണത് ഈ ഒരു പാവമാണ്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, അപ്പം നീ അലീന ചേച്ചിയുടെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടല്ലേടി നീ ശുശ്രൂഷിക്കണേ? എനിക്ക് പിന്നെ ഇഷ്ടമല്ല, എൻ്റെ പൊന്നല്ല അലീന ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ അവർ 2 പേരും സ്കൂളിലൊക്കെ പോവേണം. അങ്ങനെ ബാലചന്ദ്രൻ ഈ സമയം ഡോക്ടറെ വിളിച്ച് ചോദിച്ചിട്ട് എന്ത് മെഡിസിനൊക്കെ വാങ്ങേണ്ടതെന്നൊക്കെ ഉള്ളതെന്ന് ചോദിച്ചിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യും, ഇന്ന് വേണമെങ്കിൽ ഞാൻ പോകാണ്ട് നിൽക്കാം. അപ്പം നമ്മുടെ രോഹിത് പറഞ്ഞു, വേണ്ട അച്ഛൻ മെഡിസിൻ മേടിച്ച് തന്നാൽ അത് ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് നമ്മുടെ രോഹിത്തും പറഞ്ഞു കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ മെഡിസിനൊക്കെ മേടിച്ചുകൊണ്ടൊന്ന് കൊടുക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ വൈജയന്തി ഇതെല്ലാം കണ്ടും കേട്ടും റൂമിൽ തന്നെ നിൽക്കുകയാണ്. വൈജയന്തിക്ക് ഇതങ്ങോട്ട് സഹിക്കാനേ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഏതുകൊണ്ടോ മദർ തെരേസയെ നോക്കും കണക്കാണ് അലീനയെ നോക്കണത്. സമയം നമ്മുടെ ബാലചന്ദ്രൻ മെഡിസിനൊക്കെ മേടിച്ചുകൊണ്ടൊന്ന് കൊടുക്കുകയാണ്. അങ്ങനെ രോഹിത് എങ്ങും പോകാണ്ട് അലീനയുടെ അടുത്ത് തന്നെ ഇരിക്കാനായിട്ടോ. എൻ്റെ രോഹിത് പറഞ്ഞു, എനിക്ക് വയ്യാണ്ടിരുന്നിട്ട് ചേച്ചി എങ്ങനെയൊക്കെ ശുശ്രൂഷിച്ചത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആ സമയത്ത് അലീന പറഞ്ഞു, അതെൻ്റെ കടമയിലിടാൻ മോനെ, എൻ്റെ അനുജനല്ലേ നീ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതെ, ചേച്ചിക്ക് കുറച്ച് നേരം എഴുന്നേറ്റിരിക്കണോ, എങ്കിൽ ഞാൻ പിടിച്ചിരുത്താമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രോഹിത് അലീനേനെ പതുക്കെ ഒന്ന് താങ്ങി ആ കട്ടിലിൽ തന്നെ ചാരി ഇരുത്തേനെ കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. അങ്ങനെ കഞ്ഞിയൊക്കെ കോരി കൊടുക്കുന്നുണ്ട്, മെഡിസിനൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ ബബിതയും നമ്മുടെ കൃഷ്ണമോളും ഒക്കെ കോളേജിലും സ്കൂളിലൊക്കെ പോയായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് രോഹിത് പതുക്കെ അലീനയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് പാടില്ലാണ്ടായ സമയത്ത് ചേച്ചി എന്നെ എത്രത്തോളം കെയർ ചെയ്തു, ഞാൻ ഇന്നിങ്ങനെ ഇരിക്കണമെങ്കിൽ തന്നെ എൻ്റെ ചേച്ചിയുടെ ആ ഒരു സ്നേഹവും ആ ഒരു നോട്ടവും കൊണ്ടൊക്കെ അല്ലേ എന്ന് രോഹിത് പറയണം. അപ്പം എല്ലാവരുടെയും സ്നേഹം കണ്ടിട്ട് അലീനയ്ക്ക് അങ്ങോട്ട് വല്ലാത്തൊരു സങ്കടവും സന്തോഷവുമാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ സഹോദരങ്ങൾ എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്നുണ്ടല്ലോ, താൻ സ്നേഹം കൊടുത്തത് കൊണ്ടാണ് അവരിൽ നിന്ന് ആ ഒരു സ്നേഹം തനിക്ക് തിരിച്ച് കിട്ടിയത് എന്നുള്ളത് അലീനയ്ക്ക് ബോധ്യമാവേണം കേട്ടോ. അങ്ങനെ അവർ സ്കൂളിൽ പോയിട്ടും കോളേജിൽ പോയിട്ട് വരുന്നവരെ നമ്മുടെ രോഹിത് അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈജയന്തി രോഹിത് ഇങ്ങോട്ട് പുറത്തിറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവനിങ്ങോട്ട് ഇറങ്ങട്ടെ, കാരണം ഇറങ്ങിക്കഴിഞ്ഞിട്ട് 2 വർത്താനം ഞാൻ അവനോട് പറയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് രോഹിത് കിച്ചണിൽ പോയി കഞ്ഞിയൊക്കെ എടുത്തുകൊണ്ട് അലീനയ്ക്ക് വീണ്ടും എന്തൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ട് പിന്നെ എപ്പോഴോ പുറത്തിറങ്ങിയാണ്. ഈ പുറത്തിറങ്ങണ സമയത്തേക്കും നമ്മുടെ വൈജയന്തി കാത്തു നിൽക്കുകയാണ് രോഹിത്തിൻ്റെ കൂടെ അടുത്ത അറ്റാക്കിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ രോഹിത് മുറിയുടെ പുറത്തിറങ്ങിയ ആഹാരമൊക്കെ മരുന്നൊക്കെ കൊടുത്തിട്ട് പുറത്തിറങ്ങിയ സമയത്ത് നമ്മുടെ വൈജയന്തി ചോദിച്ചു, ഓ, എന്താണ് അവിടെ നീ ആരെയാണ് അവിടെ ശുശ്രൂഷിക്കണേന്ന് ഇങ്ങനെ ചോദിച്ചു. എന്താ അമ്മേ, എന്താ കാര്യമെന്ന് ചോദിച്ചു. അലീന ചേച്ചിക്ക് പനിയാണെന്ന് പറഞ്ഞു. ഓ, അലീന ചേച്ചി, ആരുടെ അലീന ചേച്ചിയേടാ? ആ പിശാചിനോ അവിടെ പനിയാണെങ്കിൽ നീയാണോടാ നോക്കേണ്ടത്? വട വേലക്കാരികളെ ശുശ്രൂഷിക്കലാണോടാ നിൻ്റെ പണിയെന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. അവൻ കഞ്ഞി കോരി കൊടുക്കാൻ വേണ്ടി നിന്നിരിക്കണമെന്ന് പറഞ്ഞു. അതെ അമ്മേ, ആ ചേച്ചി എന്നെ എത്രത്തോളം കെയർ ചെയ്തു എന്നുള്ളത് അമ്മയ്ക്ക് അറിയില്ല, എനിക്കേ അറിയുള്ളൂ. ഞാൻ ഛർദ്ദിക്കുക വരെ ചെയ്തത് അലീന ചേച്ചി കോരി കളഞ്ഞ് വൃത്തിയാക്കി. അപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ നിന്ന് അലീന ചേച്ചിക്ക് പനി വന്നിരിക്കണത്. അവൻ്റെ ഒരു അലീന ചേച്ചി, ഇതേ ആ പുണ്യാളത്തിനെ കുറിച്ച് എൻ്റെ മുമ്പിൽ നിന്ന് നീ വർണ്ണിക്കരുതേ രോഹിത്തെ എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി അങ്ങോട്ട് കിടന്ന് തകർക്കുകയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ തന്നെ അത് അലീന ചേച്ചി കാരണമാണെന്ന് അമ്മയ്ക്ക് അറിയാവോ? കാരണം എനിക്ക് വേണ്ടിയിട്ട്, എനിക്ക് ഒരു ആപത്ത് വന്ന സമയത്ത് എന്നെ സഹായിക്കാനും ഒക്കെയും അലീന ചേച്ചി മാത്രം ഉണ്ടായിരുന്നത്. കാരണം വെച്ചാൽ എന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ പോലും അലീന ചേച്ചി എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ അമ്മയ്ക്ക് അറിയില്ല, പക്ഷേ എനിക്കറിയാം. എനിക്കതൊന്നും കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല എന്നിങ്ങനെ നമ്മളെ രോഹിത് വൈജയന്തിയുടെ അടുത്ത് പറയണേ. നിന്നെയൊക്കെ അവൾ എന്ത് കാണിച്ചാടാ നിന്നെയൊക്കെ മയക്കി എടുത്തിരിക്കണത്? നിൻ്റെ അച്ഛനും നിൻ്റെ അനുജത്തിമാരും ഇപ്പോൾ നീയും കൂടെ അവളെ കൂടെ ചേർന്നു.
ചേർന്നോ, എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ കണ്ട വീട്ടുജോലിക്കാരിക്ക് കഞ്ഞി കോരി കൊടുത്തും അവളെ ശുശ്രൂഷിച്ച് നടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പം നമ്മുടെ രോഹിത് പറഞ്ഞു, അമ്മയോട് തർക്കിക്കാനൊന്നും ഞാനില്ല, എനിക്കതിനിട്ട് നേരവും ഇല്ല എന്ന് രോഹിത് പറഞ്ഞു. കാര്യം അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, അതെനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അമ്മയോട് തർക്കിക്കണില്ല എന്ന് രോഹിത് പറഞ്ഞു. അമ്മയ്ക്ക് പറ്റാത്ത കാര്യങ്ങൾ അമ്മ ചെയ്യണ്ട, ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മയോട് ചെയ്യാനായിട്ട്. അതെ, അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഒരിക്കലും അമ്മ ചെയ്യണ്ട. മറ്റുള്ളവർ ചെയ്യുമ്പോൾ അമ്മ അതിൽ അസൂയപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് രോഹിത് ചോദിക്കും കേട്ടോ. നല്ലതായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ നടക്കേണ്ട കാര്യമുണ്ടോ, ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? അമ്മയുടെ നോട്ടക്കുറവും അമ്മയുടെ സ്നേഹക്കുറവും കൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ഇങ്ങനെയായി തീർന്നതെന്നും കൂടെ രോഹിത് പറഞ്ഞു കേട്ടോ. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ വൈജയന്തിയെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, വൈജയന്തിക്ക് ആകെ സമനില തെറ്റിപ്പോവാണ്. പിന്നെ കണ്ട ജോലിക്കാരെയൊക്കെ നോക്കി നീയൊക്കെ നടന്നോന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി കിടന്ന് ഇങ്ങനെ പിറുപിറുക്കുകയാണ് കേട്ടോ. പറഞ്ഞത് അമ്മയുടെ അടുത്ത് തർക്കിക്കല്ല ഞാൻ. രോഹിത് എന്നിട്ടും പറഞ്ഞു, അമ്മ ഒന്നും മിണ്ടാതിരിക്കാവോ? വൈജയന്തിക്ക് ദേഷ്യം വന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പോഴേക്കും രോഹിത് കയറി അങ്ങ് റൂമിലോട്ട് മേളിൽ പോയി കേട്ടോ. ഈ സമയം വൈജയന്തി നമ്മുടെ അലീനേനെ വിളിക്കാൻ കണക്കാക്കി തന്നെ അലീനയുടെ റൂം തുറന്ന് അകത്തോട്ട് കയറി കേട്ടോ. അപ്പോഴേക്കും അലീനയ്ക്ക് മനസ്സിലായി ഒരു യുദ്ധപ്പാടിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ വരക്കമെന്നുള്ളത്. എന്നിട്ട് അലീനയുടെ നേരെ തിരിഞ്ഞേടി, നിനക്ക് പനിയാണെന്ന് പറഞ്ഞ് എൻ്റെ മക്കളായിട്ടാണോടി നീ കഷ്ടപ്പെടുത്തുന്നത്? അപ്പോൾ അലീന പറഞ്ഞു, എന്നാൽ മാഡം മക്കളോട് പറയും എന്നെ നോക്കണ്ടെന്ന്, ഞാനും ആരോടും ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല എന്നിങ്ങനെ അലീന പറഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ വായി തോന്നണത് മൊത്തം ഇങ്ങനെ അലീനയെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയോ കിടന്ന് ദേഷ്യപ്പെട്ട് ഇങ്ങനെയാണ്, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, നീ ഒരുമ്പെട്ടവൾ വന്നത് പിന്നെ അല്ലേടി എൻ്റെ കുടുംബം ഇങ്ങനെ ചിന്ന ഭിന്നം ആയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറയുന്നുണ്ട്. അലീന ഒന്നും മറുപടി പറയാൻ പോയില്ല. അലീനയ്ക്ക് മനസ്സിലായി തന്നെ വെല്ലുവിളിക്കും കണക്കുള്ള സംസാരമാണെന്ന്. അപ്പോൾ അലീന പറഞ്ഞു, മേഡം ഒരു കാര്യം ചെയ്യും, മക്കളോട് പറഞ്ഞോന്നേ, എനിക്കൊരു കുഴപ്പമില്ല. ഒരാൾക്ക് സ്നേഹം കൊടുത്താലാണ് നമുക്ക് ആ സ്നേഹം തിരിച്ചു കിട്ടുള്ളൂ. ഞാൻ അവർക്ക് മനസ്സ് നിറഞ്ഞ സ്നേഹം കൊടുത്തു, അതുകൊണ്ട് എനിക്ക് ആ 3 മക്കളിൽ നിന്നും എൻ്റെ അനിയന്മാരിൽ നിന്നും അല്ലെങ്കിൽ എൻ്റെ അനിയത്തിമാരിൽ നിന്നും എനിക്കത് കിട്ടുന്നുണ്ട്. മേഡം എന്നോട് ഈ ദേഷ്യം കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. മേഡം മറ്റുള്ളവരോട് ഈ ദേഷ്യം കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് മേഡത്തിന് തിരിച്ചും എല്ലാവരിൽ നിന്നും ആ ഒരു രീതി കിട്ടുന്നതെന്ന് പറഞ്ഞു. അവസാനം വൈജയന്തി കുറേ അങ്ങോട്ട് പറഞ്ഞിട്ട് വൈജയന്തിക്ക് പിന്നെ പറയാനായിട്ടൊന്നും കിട്ടാത്തൊരു സിറ്റുവേഷനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അലീനയും വിട്ടുകൊടുക്കാൻ നിന്നില്ല. വയ്യെങ്കിൽ അലീന പറ്റുന്ന രീതിക്ക് നല്ല മറുപടി വൈജയന്തിക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ കഥയൊക്കെ ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കാരണം വൈജയന്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിപ്പോയി. എൻ്റെ ഭർത്താവും മക്കളും 3 പേരും അലീനയുടെ പക്ഷത്തോട്ടങ്ങ് ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഏതാവും എന്നൊന്നും അറിയില്ല. കാരണം വെച്ചാൽ താനൊരു ഒറ്റാൻ തടി പോലെ ആയിപ്പോയി, എല്ലാവരും നിന്നും ആകെ ഒരു ഇതായിപ്പോയി. അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നാളത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു പ്രൊമോ. ഇനി വരും ദിവസങ്ങളിലെ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ അരികിൽ ഓടിയെത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, ലൈക്ക് അടിക്കുക, അതോടെ ഹൈപ്പ് ചെയ്യുക. അപ്പോൾ പുതിയ വിശേഷവുമായി കാത്തിരിക്കുന്നവരേക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രൊമോ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.